കൂറുമാറ്റത്തെ തുടർന്ന് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായ കൂത്താട്ടുകുളം നഗരസഭയിൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. കോൺഗ്രസ് പാനൽ വിജയിച്ച കുടുംബശ്രീ CDS ചെയർപേഴ്സണും അംഗങ്ങളും രാജിവെച്ച് LDFനൊപ്പം ചേർന്നു. കൂറുമാറിയയാളെ ചെയർപേഴ്സണാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. CDS ചെയർപേഴ്സണായിരുന്ന ദീപ ഷാജി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കുടുംബശ്രീ അംഗങ്ങളുടെ പണം തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ കലാരാജുവിനെ നഗരസഭാ ചെയർപേഴ്സണാക്കിയ UDF നിലപാടിലും തട്ടിയെടുത്ത പണം മടക്കി നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ദീപ ഷാജിയും കൂട്ടരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പം നിലവിൽ UDFൻ്റെ സപ്പോർട്ടോടുകൂടി അവർ ചെയർപേഴ്സണായിട്ട് വരികയും അപ്പോൾ UDFിൽ തന്നെ ഉൾപ്പെട്ട ആൾക്കാരോട് ഞാൻ പറയുകയും ചെയ്തതാണ് പൈസ എന്തെങ്കിലും അടപ്പിക്കണം. കാരണം 4 സെൻറ്റ് കോളനിയിൽ താമസിക്കുന്ന നമ്മുടെ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ വഴിയാധാരമാക്കാൻ പറ്റത്തില്ല. അവർക്ക് റവന്യൂ റിക്കവറി വന്ന് കിടക്കുന്നതാണ്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു ദീപ ഷാജി. ഇത്തവണ 20ാം വാർഡിലാണ് ദീപ മത്സരിക്കുക. അധികാരമേറ്റ ശേഷം നഗരസഭയിൽ ചെയർപേഴ്സൺ കലാരാജു പങ്കെടുത്ത എല്ലാ പരിപാടികളും കുടുംബശ്രീ ചെയർപേഴ്സണും അംഗങ്ങളും ബഹിഷ്കരിച്ചിരുന്നു. 2020 ഇടതു പാനലിൽ മത്സരിച്ച് ജയിച്ച കലാരാജുവിന്റെ പിന്തുണയിലാണ് നഗരസഭയിൽ അവിശ്വാസം പാസ്സായതും UDF അധികാരം പിടിച്ചതും. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിനിടെയുണ്ടായ UDF അക്രമവും മറ്റും കൂത്താട്ടുകുളത്ത് സംഘർഷത്തിന് കാരണമായിരുന്നു. മാത്യു കുഴൽനാടൻ MLAയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കൂത്താട്ടുകുളത്ത് ക്യാമ്പ് ചെയ്തായിരുന്നു കൂറുമാറ്റത്തിന് കളമൊരുക്കിയത്. എന്നാൽ ഇതിന്റെ UDF പാളയത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നേതൃത്വത്തിന് ആഘാതമായി. കോൺഗ്രസ് പാനലിൽ CDS ചെയർപേഴ്സണായ ദീപ കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം പാർട്ടി വിട്ട് ഇടത് സ്ഥാനാർത്ഥിയായത് മാത്യു കുഴൽനാടൻ MLAയ്ക്കും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ലഭിച്ച തിരിച്ചടിയായി. കൈരളി ന്യൂസ്, കൊച്ചി.